എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും അല്ലാതെ കണ്ട് വെറുതെ കഴിക്കാനും ഒക്കെ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമാങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിക്ക് കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്ലാന്നൊരിക്കൽ നിങ്ങൾക്ക് തൊലിയോടുകൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറിനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് ഞാൻ മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒന്ന് ചാമ്പയ്ക്കയാണ്. ഈ ഒരു ചാമ്പയ്ക്ക വന്നിട്ട് അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു ചൂട് സമയത്ത് ഈ ചാമ്പയ്ക്കയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അച്ചാറിന് പകരം ഇതുപോലൊക്കെ നമുക്ക് ഈ ഒരു ചാമ്പയ്ക്ക തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വലിയൊരു പാത്രത്തിലേക്ക് ഒരു 7-8-10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സലാഡിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൈകൊണ്ട് തന്നെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മുടെ ഈ ഒരു കറിക്ക് വന്നിട്ട് ടേസ്റ്റ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്നുമല്ല, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് നമ്മൾ മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈ ഒരു കറിക്ക് വന്നിട്ട് ടേസ്റ്റ് കൂട്ടുന്നതൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമാങ്ങയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കണം കേട്ടോ. നല്ലപോലെ തിരുമിയെടുക്കണം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചാമ്പയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മാത്രമല്ല നമുക്ക് വെറുതെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് കഴിക്കുന്നതെന്നരികിൽ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യുക. പകരം കട്ട തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെറുതെ കഴിക്കാനുള്ള ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്ന് വരികിൽ താളിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് താളിച്ചൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.